മുഹമ്മദ് സഅദി വളാഞ്ചേരി, മറ്റു പണ്ഡിതന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ പോഷക സംഘടനകളുടെയും ഭാരവാഹികൾ, നേതാക്കൾ, സ്നേഹമുള്ള സഹോദരന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സ്വർഗത്തിലും അല്ലാഹു നമ്മളേവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ കുഴിഞ്ഞളം ശാഖ സിൽവർ ജൂബിലി പരിപാടിയുടെ ഭാഗമായി അതിന്റെ സമാപന സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. സമസ്തയും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലക്ക് സമസ്തയുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ ഏറ്റവും വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ, ഇന്ത്യയിലെ, ഏഷ്യയിലെ അല്ല ലോകത്തിലെ എന്ന് മുഹമ്മദ് ഹാജി സൂചിപ്പിച്ച പോലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSSF-ന്റെ അതിന്റെ യൂണിറ്റിന്റെ 25ാം വാർഷികമാണ് നടക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ എന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് സമസ്തയുടെ ആശയത്തെ അതിന്റെ ആശയത്തെ പ്രചരിപ്പിക്കുകയും പൊതുവെ ഉമ്മത്തിന് ആവശ്യമാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനം ഓരോ യൂണിറ്റിലും നടത്തുന്നത് പോലും അത്ഭുതങ്ങളാണ്. ഇവിടെ തന്നെ ബഹുമാന്യനായ ശിഹാബ് സൂചിപ്പിച്ച പോലെ 25 പദ്ധതികൾ നടപ്പിലാക്കുക എന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി 25 രോഗികളെ ദത്തെടുത്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ചരിത്രത്തിലേക്ക് ഒരു യൂണിറ്റ് തലത്തിൽ തന്നെ ഇത്രമേൽ മനോഹരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് തെളിയിക്കുകയാണ് കുഞ്ഞളം ശാഖ ചെയ്തിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങളെ മുഴുവൻ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ പ്രവർത്തനങ്ങളെ വിജയിപ്പിച്ചുകൊണ്ട് തന്നെ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ മഹത്തുക്കളോടൊപ്പം നമുക്ക് അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ ആശയം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി സമുദായം നൂറ്റാണ്ടുകളായി ഈ സമുദായത്തിന്റെ ആശയ നിലപാടുകളെ നിലനിർത്തുന്ന വിധത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിറവികൊണ്ടത്. ഞാനതിനെ സമ്പൂർണമായ അർത്ഥത്തിലേക്ക് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വന്ദ്യരായ തങ്ങൾ അത് സംബന്ധമായ സൂചനകൾ നൽകിയിട്ടുണ്ട്. ഒന്നുണ്ട്, പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി നടത്തപ്പെടുന്ന എന്തും അതിന്റെ ബറക്കത്തോടുകൂടെ നിലനിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് സമസ്ത കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ സ്വഹാബത്തിലൂടെ നടന്നുവെന്നും താബീഈങ്ങളിലൂടെ നടന്നുവെന്നും അഭിപ്രായാന്തരങ്ങളുണ്ടെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ ദീൻ ഈ നാട് പരിചയപ്പെടാൻ കാരണമാകുന്ന വിധം കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രചരണം വളരെ നേരത്തെ നടന്നു കഴിഞ്ഞു. അതിന്റെ സമ്പൂർണമായ പാരമ്പര്യത്തെ സ്വഹാബത്തിലൂടെയും താബീഈകളുടെയും താബീഈകളുടെയും പഠിച്ചെടുക്കാൻ ആ പാരമ്പര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകാൻ കേരള മുസ്ലിം ഉമ്മത്തിന് സാധിച്ചു. ആ അടിസ്ഥാനപരമായ അതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ ആശയതലം നിലനിൽക്കുന്നത് തഅലീമു മാ അല്ലമല്ലാഹു വ തഖ്ദീറു മാ ഹഖറല്ലാഹു എന്നർത്ഥമാണ്. അല്ലാഹു മാനിക്കാൻ പറഞ്ഞതിനെ അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ മാനിക്കുകയും അല്ലാഹു നിഷേധിക്കാൻ നിന്ദിക്കാൻ പറഞ്ഞതിനെ നിന്ദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ മുദ്രാവാക്യവും ഇതുതന്നെയാണ്. അല്ലാഹു മാനിക്കാൻ പറഞ്ഞ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം, അല്ലാഹു നിന്ദിക്കാൻ പറഞ്ഞ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നിന്ദിക്കുക. ഈ അടിസ്ഥാന മുദ്രാവാക്യം നിലനിന്നുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം നിലനിൽക്കുന്നത്. അത് പ്രവാചകന്മാരെ ആദരിക്കുന്നിടത്തായാലും സ്വഹാബത്തിനെ ആദരിക്കുന്നിടത്തായാലും താബീഈങ്ങളെ ആദരിക്കുന്നിടത്തായാലും
അതുവഴി കടന്നു വന്ന മഹാരഥന്മാരായ ഉലമാഇനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നിടത്താണെങ്കിലും നമ്മൾ കാണുന്നത് ഈ തഅലീമുമാണ്. അല്ലാഹ് മാനിക്കാൻ പറഞ്ഞതിനെ അല്ലാഹു മാനിച്ചതിനെ മുഴുവൻ മാനിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രത്യേകതയും ഇത് തന്നെയാണ്. അല്ലാഹു മാനിക്കാൻ പറഞ്ഞതിനെ മാനിക്കണമെന്ന അടിസ്ഥാനപരമായ ഈ ആശയത്തെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൽ പഠിപ്പിച്ചത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന ആശയം അത് തന്നെ. അതുകൊണ്ട് എന്തുണ്ടായി? നിങ്ങൾ ആലോചിക്കൂ, ലോകത്തെവിടെയുമുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥകൾക്കപ്പുറത്ത് വ്യവസ്ഥാപിതമായ ഒരു ഇസ്ലാമിക സംസ്കാരത്തെ പടുത്തുയർത്താനും അത് ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ നിലനിർത്താനും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സാധിച്ചു. ഇന്നിപ്പോ ബഹുമാന്യനായ മുഹമ്മദ് ഇബ്നു ഹാജിയുടെ സൂചിപ്പിച്ച പോലെ വളരെ വ്യവസ്ഥാപിതമായി തൃശ്ശൂരിൽ നടന്നിട്ടുള്ള സമ്മേളനം ഉൾപ്പെടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അഭിമാനകരമായ 25ാം വാർഷിക മഹാസമ്മേളനം കണ്ടിട്ടു. ഇതൊരു ഇന്റർനാഷണൽ സമ്മേളനമായി പോയോ എന്ന് പോലും പറയുന്ന അവസ്ഥയിലേക്ക് ഇതര മതവിഭാഗങ്ങളിലെ ആളുകളെ പോലും അത്തരത്തിൽ പറയിപ്പിക്കുന്നിടത്തേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. തൃശ്ശൂരിലെ ബിഷപ്പ് തന്നെ സൂചിപ്പിച്ചത് ഇത്രമേൽ മനോഹരമായി വ്യവസ്ഥാപിതമായ ഒരു സമ്മേളനം എങ്ങനെ നിങ്ങൾക്ക് നടത്താൻ സാധിച്ചു? ഈയിടെ 2-3 ആഴ്ചകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ അരമനയിൽ നിന്നൊരു ഫോൺ കോൾ വന്നത്, നിങ്ങൾ നടത്തിയതുപോലെ ഒരു റാലി നടത്തണമെന്ന് മോഹം തോന്നിപ്പോവുകയാണ്, നിങ്ങൾ ആ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള അതേ യൂണിഫോം ഞങ്ങൾക്ക് തരുമോ എന്ന്. ഞാൻ പറഞ്ഞു, അച്ഛനോട് അങ്ങനെ തരാൻ കഴിയില്ല, കാരണം അത് അതിന് ഞങ്ങൾക്ക് കൊടുക്കാവുന്ന ഞങ്ങൾ കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ള ഒരു യൂണിഫോമാണ്, ആ യൂണിഫോം മറ്റാർക്കും കൊടുക്കില്ല. അദ്ദേഹം പറയാണ്, ഇത് വളരെ വ്യവസ്ഥാപിതമായി ഇത്രമേൽ മനോഹരമായ ഒരു സമ്മേളനം തൃശ്ശൂർ കണ്ടിട്ടില്ല. വളരെ വ്യവസ്ഥാപിതമായി അതിന്റെ ഓരോ കാര്യങ്ങളെയും നിശ്ചയിക്കുകയും അങ്ങനെ നടത്തുകയും ചെയ്ത ഈ സമ്മേളനം ഉൾപ്പെടെയുള്ള ഓരോന്നും മുസ്ലിം ഉമ്മത്തിന് നാളെ എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയിച്ചു തരുന്ന തരത്തിലാണ് ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്നത്. എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രധാനമാണ്. ഞാൻ പറയുന്നു, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ സമസ്ത പഠിപ്പിച്ച വഴിയിലൂടെ പോകാൻ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നമുക്ക് വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചത്. കേരളത്തിന്റെ പുറത്തുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെയാണല്ലോ കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മേശപ്പുറത്തിരുന്ന ഒരു വലിയ ഒരു പഠന റിപ്പോർട്ടാണ്, കമ്മീഷന്റെ റിപ്പോർട്ട്, ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പറഞ്ഞു തന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മറ്റേത് വിഭാഗത്തെക്കാളും അധസ്ഥിതമാണ്. Muslim situation is particularly worse in West Bengal than in Bihar and UP എന്ന് പറയുന്നു. മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് പശ്ചിമ ബംഗാളിൽ, ഊട്ടിയിൽ, ബീഹാറിൽ. വിദ്യാഭ്യാസ രംഗത്തില്ല, രാഷ്ട്രീയമില്ല, സാമൂഹികമായില്ല. വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥകളെ കുറിച്ചാണ് സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട്. ആ സച്ചാർ കമ്മീഷന്റെ പഠനവും പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിന് കേരളത്തിൽ വന്ന കമ്മീഷന്റെ ഭാഗമായി വന്ന അതിലെ മെമ്പറിൽ പ്രമുഖനാണ് ബഹുമാന്യനായ സയ്യിദ് ഹാമിദ് സാഹിബ്. സയ്യിദ് ഹാമിദ് സാഹിബ് എന്ന് പറയുന്നത് ഡൽഹിയിലെ ഹംദർദ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി. അടുത്ത 2-3 ആഴ്ചകൾക്കിടയിൽ, ഈ കഴിഞ്ഞ ഒരു മാസമോ ആയോ കൃത്യമായി എനിക്ക് ഉറപ്പു തോന്നുന്നില്ല എങ്കിലും ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത്. പക്ഷെ ഹാമിദ് സാഹിബിനടുത്ത് ഡൽഹിയിൽ വെച്ച് ഞങ്ങളൊരു അഭിമുഖം നടത്തിയപ്പോ ഹാമിദ് സാഹിബിനോട് ഞങ്ങൾ ചോദിച്ചു, അല്ല ഹാമിദ് സാഹിബ്, കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ച് പഠിക്കാൻ സച്ചാർ കമ്മീഷന്റെ ഭാഗമായി വന്നപ്പോ എന്തു തോന്നി കേരളത്തിലെ മുസ്ലിങ്ങളെ? അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഞാൻ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെല്ലാം നടന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പരിതാപകരമായ അവസ്ഥ കണ്ട് വിഷമിച്ചു. കേരളത്തിൽ വന്നു, പക്ഷേ എന്നെ ആഹ്ലാദിപ്പിച്ചതും ഞാൻ സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞ ആനന്ദത്തോടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ കൈയുയർത്തിയതും പുലരിയിലെ പുസ്തകങ്ങളുമായി മദ്രസയിലേക്ക് പോകുന്ന കൊച്ചുമക്കളെ കണ്ടപ്പോഴാണ് എന്നായിരുന്നു അദ്ദേഹം. ആ മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ വിപ്ലവകരമായ നാന്ദി കുറിച്ചത് സമസ്ത കേരള മഹാരഥന്മാരായ പണ്ഡിതന്മാർ കേരളത്തിലെ മുസ്ലിങ്ങളെ 10,000-കണക്കിന് മദ്രസകളിലൂടെ അടിസ്ഥാനപരമായ ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകാൻ ലോകത്തെവിടെയുമുള്ള മുസ്ലിങ്ങൾ, കേരളീയ മുസ്ലിങ്ങൾക്ക് ആവശ്യമാകുന്ന വിധം നിരാക്ഷേപം ഈ വിദ്യാഭ്യാസ പദ്ധതിയെ നിലനിർത്താനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിച്ചു.
സച്ചാർ കമ്മീഷന്റെ ഭാഗമായി വന്ന ഈ പ്രഗത്ഭനായ ഈ വിദ്യാഭ്യാസ വിദഗ്ധനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് കേരളത്തിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് ആലോചിച്ചു? അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം അവിടെ ജനങ്ങളെ അറിയുകയും ജനങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്ത ഉലമാക്കളാണ്, പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്ത ആശയപരമായും അവരെ സാമൂഹികമായും നേതൃത്വം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നതിന്റെ ഫലമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കിട്ടിയ ഈ ഭാഗ്യം. ഞാൻ പറയുന്നു, അത് ഉണ്ടാക്കാൻ സാധിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹത്തായ പ്രസ്ഥാനം നിലനിന്നുകൊണ്ടാണ്. സമസ്ത പറഞ്ഞത് അല്ലാഹു ആദരിച്ചവരെ ആദരിക്കണമെന്ന്. അല്ലാഹു ആദരിച്ചവരെ ആദരിക്കണമെന്ന് പറയുന്നവർക്ക് ആരെയെങ്കിലും വിടുന്നുവെങ്കിൽ അവർ ശരിയായ പാഠാവില്ല. പലരും വിട്ടുകൊണ്ടാണ് ഞങ്ങൾ ശരിയായ പാഠാവിലാണെന്ന് പറയുന്നത്. ചിലര് പറഞ്ഞു സഹാബാക്കളുടെ കാര്യം അവരും പുരുഷന്മാരാണ്, ഞങ്ങളും പുരുഷന്മാരാണ്, അവർക്കുള്ള ബുദ്ധി പോലെ ഞങ്ങൾക്കും ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് സ്വന്തം പോയിക്കൂടാ? എന്തിനാ ഇമാമുകളുമായി എന്താണോ ആലോചന? നമ്മുടെ നാട്ടിലൊക്കെ അത്തരത്തിൽ ആളുകളുണ്ടായി. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പോലെയല്ല ഈ 20ാം നൂറ്റാണ്ടിന്റെ തൊട്ടുമുമ്പ് 19ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള കുറെ പരിഷ്കരണവാദികളെന്ന പേരിൽ സാമ്രാജ്യത്വ രാഷ്ട്രീയം പടുത്തുയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആളുകളുടെ പിന്നാലെ പോയത്. റഷീദുകളുടെയും മുഹമ്മദ് അബ്ദുലിന്റെയും അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ഒക്കെ പിന്നാലെ നടന്ന് ഇസ്ലാമിന്റെ തനതു ശീലങ്ങൾക്കെതിരായി അഇമ്മത്തുൽ മുജ്തഹിദീങ്ങളായ മഹാരഥന്മാരായ ഉലമാവ് പറഞ്ഞതിനപ്പുറത്ത് പറയാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്നിപ്പോ ആഗോള രാഷ്ട്രീയ രംഗത്തെക്കുറിച്ച് പഠിക്കുന്ന പ്രഗത്ഭരായ ആളുകൾ പറയുന്ന കാര്യം, ഇസ്ലാമിന്റെ പാരമ്പര്യ ശീലങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവരാണ് ആഗോളാടിസ്ഥാനത്തിലെ തീവ്രവാദികൾ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര പണ്ഡിതനായ ഇർഫാൻ ഹബീബ് ദി ഹിന്ദു പത്രത്തിൽ എഴുതി, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള സലഫികളാണ് ആഗോളാടിസ്ഥാനത്തിലെ തീവ്രവാദികൾ. ഐസ് അങ്ങനെ ഉണ്ടായാലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ കഥ നിങ്ങൾ ആലോചിച്ചു. ലോകത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തിലെ നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെന്ന മഹാപണ്ഡിതന്റെ ഖബർ ബോംബിട്ട് തകർക്കാൻ പോലും ധൈര്യം കാട്ടുന്നവൻ എന്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്, എന്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്? മഹാനായ ഇമാം നവവിയുടെ പ്രത്യേകത തന്നെ പറയുന്നത്, മഹാനവറുകൾ 43 വർഷമാണ് ജീവിച്ചത്. മഹാനവറുകളുടെ ബർത്ത്ഡേ അവിടുന്ന് ജനിച്ച അന്നു മുതൽ മരണം വരെയുള്ള സമയം ഒരാൾക്ക് ലഭ്യമായാൽ മഹാനായ ഇമാം നവവി തങ്ങളുടെ കിതാബുകൾ എഴുതാൻ തുടങ്ങിയാൽ തീരാത്ത വിധം ഗ്രന്ഥങ്ങൾ എഴുതിയ, ദർസെടുത്ത, ഇസ്ലാമിക പ്രബോധനം നടത്തിയ മഹാപണ്ഡിതനാണ് ഇമാം നവവി. പക്ഷേ ഇമാം നവവിയുടെ ഖബർ ബോംബിട്ട് തകർക്കുന്നു. മഹാനായ കബീർ റിഫായി തങ്ങളുടെ എന്ന് പറയപ്പെടുന്ന ഖബറുകൾ ബോംബിട്ട് തകർക്കുന്നു. എന്തു ഇസ്ലാമിക് സ്റ്റേറ്റ്, എന്തു ഇസ്ലാമിക് സ്റ്റേറ്റ്? യഥാർത്ഥത്തിൽ കേരളത്തിലെ മുജാഹിദുകൾ അതിൽ അഭിമാനം കൊണ്ട് പറയുന്നു, ഇസ്ലാം അടിസ്ഥാനപരമായി പറയുന്ന വിധത്തിൽ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിനെതിരായിട്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തകർ നടത്തുന്ന ഈ പരിപാടികൾ എന്ന അഭിമാനത്തോടെ പറയുന്നു. അവർ ഏറ്റെടുക്കുന്നു കേരളത്തിലെ മുജാഹിദ്. മാധ്യമം പത്രം പറഞ്ഞു എന്നിട്ട് സലഫികൾക്ക് യഥാർത്ഥത്തിൽ അക്ഷരങ്ങൾക്കപ്പുറത്തേക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇഖാമത്തുദ്ദീനും ഹുക്കൂമത്തുൽ ഇസ്ലാമും നടത്തി അവസാനം ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ നടക്കുന്ന മലീമസമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചുറ്റുവട്ടത്തിൽ കാലൂന്നാൻ വേണ്ടി നടക്കുകയാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി. ഇത്രയൊന്നും മലീമസമാകാത്ത കാലത്ത് ജനാധിപത്യവും മതേതരത്വവും ആവശ്യമാണ് ഇന്ത്യയിൽ എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആ ജനാധിപത്യ ബോധമുള്ളവരാക്കാൻ വേണ്ടി പണിയെടുത്ത മഹാരഥന്മാരായ നേതാക്കൾക്കെതിരായി
ഇവിടെ ഇസ്ലാമുദ്ദീനാണ് വേണ്ടത് എന്ന് പറയാനും അരാഷ്ട്രീയമായി ഈ ഉമ്മത്തിനെ തീവ്രവാദവൽക്കരിക്കാനും വേണ്ടി ശ്രമിച്ച ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പത്രം എഴുതുന്നു, സലഫികൾക്ക് ശരിക്കും പറഞ്ഞാൽ അക്ഷരങ്ങൾക്കപ്പുറത്തേക്ക് വായിക്കാൻ സാധിക്കും. അക്ഷരങ്ങൾക്കപ്പുറത്തേക്ക് വായിച്ചതാണ് പാരമ്പര്യ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ ഇമാമുകൾ ചെയ്തതും മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിച്ചതും അവരക്ഷരങ്ങൾക്കപ്പുറത്ത് വായിച്ചു. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വലൗ റദ്ദൂ ഇലല്ലാഹി വഇല റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അവർ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ജ്ഞാനികളായ പണ്ഡിതന്മാരിലേക്കുമാണ് അവരുടെ സംശയങ്ങളെ മടക്കിയിട്ടുണ്ടെങ്കിൽ ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും, അവരിൽ ഇസ്തിംബാത്ത് ചെയ്യാൻ കഴിയുന്ന ഉലമാക്കൾക്ക് പണ്ഡിതന്മാർക്ക് മനസ്സിലാകുമായിരുന്നു. ഗവേഷണം ചെയ്യാൻ കഴിയണം. ഖുർആനിനെയും ഹദീസിനെയും ചരിത്രത്തെയും ഇസ്ലാമിന്റെ വ്യാഖ്യാനങ്ങളെയും എല്ലാം സംശോധിപ്പിക്കാനും അതിനനുസൃതമായി അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന മഹാരഥന്മാരായ ഉലമാക്കൾക്ക് അത് സാധിക്കും. അത് പാരമ്പര്യത്തിലൂടെ കിട്ടേണ്ടതാണ്. ആ കിട്ടിയ അറിവിനനുസൃതമായിട്ടാണ് നമ്മുടെ ഉലമാ അതിനെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ടാണ് ആ ഉലമായിന്റെ പാരമ്പര്യത്തിൽ തീവ്രവാദമില്ലാതെ പോയത്, ആ ഉലമായിന്റെ പാരമ്പര്യത്തിൽ നിഷേധമില്ലാതെ പോയത്, ഈ ഉലമായിന്റെ പാരമ്പര്യത്തിൽ അനാദരമില്ലാതെ പോയത്. അവർ സ്വഹാബത്തിനെ ആദരിക്കുകയും താബിഈങ്ങളെ ആദരിക്കുകയും മഹത്തുക്കളെ സ്നേഹിക്കുകയും അഷ്റഫുൽ ഖൽഖിന്റെ തിരുകുടുംബത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തവരായിട്ടാണ് നമ്മുടെ പാരമ്പര്യത്തിലെ ഉലമാ കടന്നു വന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിക്കുമ്പോ പർവ്വത സമാനരായ മഹാപണ്ഡിതന്മാരിക്കുമ്പോഴും മഹാനായ വരക്കൽ മലക്കോയ തങ്ങൾ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യക്ഷ പദവിയിൽ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നിടത്ത് ഒരു സയ്യിദിനെ മാനിക്കണമെന്ന ബോധം മഹാന്മാരായ ഉലമാ നമ്മളെ പഠിപ്പിച്ചു. ആ ബോധത്തിൽ നിന്നാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ആ ബോധത്തിൽ നിന്നാണ് മഹാനായ സയ്യിദ് PMS പൂക്കോയ തങ്ങൾ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രത്തെ നിശ്ചയിക്കാനും അതിനെ വഴിതിരിച്ച് കൃത്യമായി അതിന്റെ ശരിയായ പിന്നെ വഴിയിലേക്ക് തന്നെ കൊണ്ടുപോകാനും സാധ്യമായ ചരിത്രത്തിന്റെ ഇന്നലകളിലെ മാർഗദർശകരാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നവ്വറല്ലാഹു മർഖദ, മഹാനായ പാണക്കാട് PMS പൂക്കോയ തങ്ങൾ. അവര് പറഞ്ഞ വഴിയാണ് വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസ രംഗത്ത് ഇത് വേണമെന്ന് പറയുന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ്. 1945 ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായൊരു മതപഠനത്തിന് ഗവൺമെന്റ് ചെലവ് കിട്ടില്ലെന്ന് മനസ്സിലാക്കാനും അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ മതപഠനത്തിന് വേണ്ട സൗകര്യം സമുദായം ഏർപ്പെടുത്തണമെന്ന് പറയാനും കഴിഞ്ഞു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. തങ്ങളത് പറഞ്ഞു. സമസ്ത ഏറ്റെടുത്തു. 49 ഒരു കമ്മീഷൻ വെച്ചു. 51 സമസ്ത ഒരു വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ നടന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ മഹാനായ പാലക്കാട് സയ്യിദ് PMS പൂക്കോയ തങ്ങൾ പറഞ്ഞു, സമസ്ത മതി, വേറൊന്നും ഇവിടെ ആവശ്യമില്ല, ഒരു അഖിലയും വേണ്ട, ഒരു കുവിലയും വേണ്ടെന്ന് സമസ്ത തന്നെ നിലനിന്നു. ഉലമാ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചു. ഈ സാദാത്യങ്ങൾ മഹാരഥന്മാരാണ്, അഷ്റഫുൽ ഖൽഖിന്റെ പേരക്കുട്ടികളാണ്. അവരെ ആദരിക്കുകയും അവരെ സ്നേഹിക്കുകയും അവർ പറഞ്ഞത് കേൾക്കുകയും ചെയ്ത സമുദായം. അപ്പൊ ആദരിക്കേണ്ടവനെ ആദരിക്കണം എന്നത് പ്രധാനമാണ്. ആദരിക്കുന്നതിൽ സ്വഹാബിയുണ്ട്, താബിയുണ്ട്, വലിയുണ്ട്, സയ്യിദുണ്ട്, എല്ലാവരും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാൾ കൂടിയുണ്ട്. ഇതെല്ലാം കൊണ്ടുതന്ന് പറഞ്ഞു തരാൻ കഴിയുന്ന ഗുരുവര്യനും. ഗുരുനാഥനെ ആദരിക്കാതെ ഇവരെ ആരെയും നമുക്ക് പിടികിട്ടുക തന്നെയില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി മനുഷ്യപ്രകൃതിയിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കലാമിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിക്കുന്നത് ഈ ഗുരുനാഥനെ ആദരിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ടല്ലേ മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാതെ പോയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറ്റൊരു ഷോക്കോസ് നോട്ടീസും ഇബ്ലീസ് കൊടുക്കുന്നില്ല. ഒരൊറ്റ ഷോക്കോസ് നോട്ടീസേ ഉള്ളൂ. എന്തുകൊണ്ട് ഉസ്താദാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിച്ചില്ല? എന്റെ പ്രിയപ്പെട്ട സദസ്സിന്റെ അപ്പുറത്തിരിക്കുന്നവരും സത്യസന്ധമായി ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇത് അടിസ്ഥാനപരമാണ്. ഇക്കാര്യത്തിൽ എന്താ തർക്കാണത്? അടിസ്ഥാനപരമാണ്. ഗുരുനാഥനെ ആദരിക്കണമോ വേണ്ടയോ? ഗുരുനാഥൻ പറഞ്ഞത് കേൾക്കണമായിരുന്നോ വേണ്ടയോ? നോക്കൂ, നിങ്ങൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകൾക്ക് ഉസ്താദായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചു.
അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത് അംബിഉഹും ബിഅസ്മാഇഹിം, ഈ ജ്ഞാനങ്ങൾ അത്രയും അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയെല്ലാം പഠിച്ചു കൊടുത്തതിനു ശേഷം സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഗുരുനാഥന്റെ മുമ്പിൽ ശിഷ്യന്മാരായ മലക്കുകളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഫസജദു, എല്ലാവരും ഉസ്ജുദു ഫസജദു. ആ പ്രയോഗം തന്നെ രസാണ്. അവിടെ തഅഖുബാണ്, അതായത് കേട്ടപാടെ സുജൂദ് ചെയ്തു. ഇനി അതിനൊരു വക്കീലിന്റെ അടുക്കൽ പോകണമെന്ന് ആലോചിച്ചില്ല, അതിനൊരു മുശാവറ കിട്ടണമെന്നും ആലോചിച്ചില്ല. ഫസജദു, കേട്ടപാടെ. ഇല്ല ഇബ്ലീസ് ഒഴിച്ചു. അബ്ബാ, അയാൾ സമരം തുടങ്ങി. സമരമാണ് ജീവിതം മൂപ്പരാണ് ആദ്യം പറഞ്ഞത്. സമരം തുടങ്ങി. അബ്ബാ മനഅ, അങ്ങനെ തന്നെയാണ് ഇതിന്റെ അർത്ഥം. വസ്തക്ബറ, കിബ്ർ കാട്ടി. വകാന മിനൽ കാഫിരീൻ, കുഴപ്പക്കാർക്ക് നേതാവായി. നോക്കൂ നിങ്ങൾ, ഇവിടെ വളരെ കൃത്യമായ ഒരു കാര്യം കൂടി. മലക്കുകളെ അല്ലാഹുവിന്റെ പ്രവാചകനാകുന്ന സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചപ്പോ അങ്ങ് പഠിക്കും. അപ്പൊ അയാൾ മുതല്ലിമായി, അത് ജ്ഞാനം നേടിയാൽ എന്ത് വേണം? വിനയമുണ്ടാകണം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വണക്കത്തിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചു. അപ്പൊ സജദു, സുജൂദ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അർത്ഥം ഞങ്ങൾക്ക് ഇൽമു തന്ന അഭിനന്ദനായ ഞങ്ങളുടെ ഗുരുനാഥന്റെ മുമ്പിൽ ഞങ്ങൾ വണക്കണമെന്നാണ് റബ്ബിന്റെ തീരുമാനം. ഞങ്ങൾക്ക് വിനയം വേണം, വിജ്ഞാനം വിനയമാകണം. മലക്കുകൾ അത് ചെയ്തു. വിനയമുണ്ടായാൽ സ്വാഭാവികമായും ഉണ്ടാകേണ്ട മറ്റൊന്നാണ് സേവനബോധം. അല്ലാഹു എല്ലാ മലക്കുകളെയും മുഅ്മിനീങ്ങൾക്ക് സേവകരാക്കി നിശ്ചയിച്ചു. സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തന്നു. സത്യവിശ്വാസികളുടെ പ്രധാനികളായ ചില ആളുകളുടെ പ്രത്യേകത പറഞ്ഞു. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു. ബദറിന്റെ രണാങ്കണത്തിലാണ് ഈ ആയത്ത് വരുന്നത്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും അല്ലാഹുവിൽ വിശ്വസിച്ച ഒരു പറ്റം ആളുകളെ നബിയെ അങ്ങ് കാണാൻ സാധിക്കില്ല. അവർ അല്ലാഹുവിനോടും അവന്റെ പ്രവാചകരോടും യുദ്ധം പ്രഖ്യാപിക്കാനുള്ള ആളുകളോട് ഇഷ്ടം കാണിക്കുന്നവരായി കാണാൻ കഴിയില്ല. ഒരുപക്ഷേ അവർ ആ എതിരാളികളായി നിൽക്കുന്നവർ പിതാക്കളോ സഹോദരന്മാരോ ബന്ധുക്കളോ ആയിരിക്കാം. എന്നാലും അത് പറഞ്ഞിട്ട് പടച്ച റബ്ബ് പറഞ്ഞു, അല്ലാഹു അവരുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തി. അല്ലാഹുവിന്റെ ഭാഗത്തുള്ള റൂഹാകുന്ന സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടാണ് അവരെ ശക്തിപ്പെടുത്തിയത്. ജിബ്രീൽ മുഅ്മിനീങ്ങൾക്ക് ഖാദിമാണെന്നർത്ഥം. ജിബ്രീൽ മുത്താഉൻ തമ്മ അമീൻ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. നേതാവാണ്, വിശ്വസ്തനാണ്. എവിടെ നേതാവാണ്? മലക്കുകൾക്കിടയിൽ നേതാവാണ് സയ്യിദുനാ ജിബ്രീൽ. ജിബ്രീൽ എന്ന് പറയുന്ന നേതാവിനെ ഖാദിമാക്കുമ്പോ സകല മലക്കുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ ഇഷ്ടപ്പെട്ട അടിയാളുകളുടെ, അല്ലാഹുവിന്റെ അടിമകളുടെ സേവകരാണ്. വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യം മലക്കുകളുടേതാണ്. മറിച്ച് ഉസ്താദിനടുക്കൽ പഠിച്ചു എന്നത് സത്യമാണ്. ഒരാൾ പഠിച്ചാൽ അയാൾ വേണമെങ്കിൽ ആലിമാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇബ്ലീസും ആലിമാണ്. പക്ഷേ ഇബ്ലീസിന് സംഭവിച്ചത് ജ്ഞാനം നേടിയതിന്റെ ഭാഗമായി കിബ്റും കൂടി. കിബ്റ് കൂടിയാൽ കുഴപ്പം കൂടും. അപ്പോ ജ്ഞാനം, കിബ്റ്, കുഴപ്പം. ഇത് ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞാൽ വളരെ കൃത്യമായി നമുക്ക് കാര്യം മനസ്സിലാവും. ഇവിടെ ഈ മുദ്രാവാക്യം ഇവിടെയാണ് എഴുതപ്പെട്ടുള്ളത്. ഈ ഫ്ലെക്സ് ബോർഡിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായത് കാണാം. വിജ്ഞാനം, വിനയം, സേവനം. ഇത് മഹാരഥന്മാർ, പരിശുദ്ധ ഖുർആനിന്റെ ആഴമറിഞ്ഞ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാന്മാരായ നമ്മുടെ ഉലമാക്കൾ നമുക്ക് ഇട്ടുതന്നതാണ്. ഇതാണ് ശരിയായ പാരാവിന്റെ രീതി എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട, എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സത്യസന്ധമായി പേടിച്ചുകൊണ്ട് ആലോചിക്കണം. എന്താ യഥാർത്ഥത്തിൽ ശൈത്താന് സംഭവിച്ചത്? പിശാച് പടച്ചവനെ നിഷേധിച്ചിട്ടില്ല. ഒരു സ്ഥലത്തും പടച്ചവനെ നിഷേധിച്ചിട്ടില്ലെന്ന് പടച്ച തമ്പുരാൻ തന്നെ അവന്റെ ഖുർആൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. കമസലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി കഫുർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക
ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ശൈത്താന്റെ ഉദാഹരണം പോലെ അവൻ മനുഷ്യനോട് പറയും നീ കാഫിറാകണമെന്ന്. എന്നിട്ട് മനുഷ്യൻ കാഫിറാകുമ്പോഴോ അപ്പോ അവൻ പറയും ഇനിമേൽ ഞാനും ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന്. എന്തുകൊണ്ടാ ബന്ധമില്ലാത്തത്? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. പ്രപഞ്ചത്തിന്റെ ഈ പരിപാലകനാകുന്ന ഉടമസ്ഥനായ അല്ലാഹുവിനെ ഞാൻ ഭയക്കുന്നു. പടച്ചവൻ എനിക്ക് പേടിയാ. ഇനി നിന്റെ കൂടെ കൂടിയാൽ പടച്ചവന്റെ ആദാബ് എപ്പോ വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് ഇതുവരെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇനി ഞാനില്ല എന്ന് പറയും ശൈത്താൻ. എന്നാൽ പടച്ചവനെ നിഷേധിച്ചിട്ടുള്ള ശൈത്താൻ രണ്ട് സ്ഥലത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ പറയുന്നുണ്ട്. ബദറിൽ മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടപ്പോ ഖുറൈശികളുടെ കൈ പിടിച്ചു നിന്നിരുന്നു ഇബ്ലീസ്. ഇബ്ലീസ് ആ സമയത്ത് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ധരിച്ചു, ഞാൻ പോകാം. എന്താ പോണ കാരണം? ഇന്നി അറാമാല തറൗന, നിങ്ങൾ കാണാത്ത ചില സംഭവങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ പ്രപഞ്ച പരിപാലകനാകുന്ന അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് സാക്ഷാൽ ശൈത്താൻ. അപ്പൊ ശൈത്താൻ പടച്ചവനെ പേടിക്കാതിരുന്നില്ല. പക്ഷെ ശൈത്താന്റെ മുമ്പിൽ അല്ലാഹു ഒരു എന്താണ്? നീ എന്തുകൊണ്ട് ഞാൻ കൽപ്പിച്ചിട്ട് നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല ആദമിന് എന്നതായിരുന്നു അലൈഹിസ്സലാം. എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല? അതിന് അല്ലാഹുവിനോട് അവൻ പറഞ്ഞ മറുപടിയാണ് ഖലഖ്തനീ മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. എന്നെ സൃഷ്ടിച്ചത് അഗ്നി കൊണ്ടാണ്, എന്നാൽ ഉസ്താദാകുന്ന ആദമിനെ സൃഷ്ടിച്ചതോ അത് മണ്ണുകൊണ്ടുമാണ്. മണ്ണുകൊണ്ട് സൃഷ്ടമായിട്ടുള്ള ആദമിന്റെ മുമ്പിൽ ഞാനെങ്ങനെ സുജൂദ് ചെയ്യും എന്നായിരുന്നു ഇബ്ലീസിന്റെ ചോദ്യം. നിങ്ങൾ ആലോചിക്കണം, ഇത് യഥാർത്ഥത്തിൽ ശിഷ്യൻ ഒരു കാരണവശാലും പറയാനോ ആലോചിക്കാനോ പാടില്ല. എന്തുകൊണ്ട്? ഉസ്താദിന്റെ വലിപ്പം ഉസ്താദിന്റെ ഭൗതികമായ വലിപ്പമല്ല. ഉസ്താദിന്റെ ഭൗതികമായ വലിപ്പത്തിലേക്കാണ് സത്യത്തിൽ ഇബ്ലീസ് നോക്കിയത്. ഉസ്താദിന്റെ ഭൗതികമായ വലിപ്പം എന്ന് പറയുന്നത് അതിന്റെ റോ മെറ്റീരിയലുമായി ബന്ധപ്പെട്ടതാണ്. ആ റോ മെറ്റീരിയൽ വളരെ മോശമാണ്. ഖുർആൻ തന്നെ പറയുന്നു അത് സ്വൽസാലാണ്. സ്വൽസാൽ എന്ന് പറയുന്നത് കുഴച്ചെടുത്താൽ കിട്ടുന്ന ഏറ്റവും അതായത് ദുർഗന്ധം വമിക്കുന്ന മാംസകഷ്ണം പോലെയാണ് സ്വൽസാൽ. ആ മണ്ണ് കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ ഭൗതികമായ വലിപ്പത്തിലേക്ക് നോക്കി ഉസ്താദിന്റെ വലിപ്പത്തെ പറയാൻ തീരുമാനിച്ചാൽ അത് അപകടമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഫഖ്റുജ് മിനാ ഫഇന്നക റജീം. ഇത് ഡിസ്മിസൽ ഓർഡറാണ്, സസ്പെൻഷൻ അല്ല. കൊടുത്തു പൊക്കണം. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഡിസ്മിസൽ ഓർഡറാണ്. സസ്പെൻഷൻ ആണെങ്കിൽ നമുക്ക് നേരത്തെ 6 മാസത്തിന്റെയോ അല്ലെങ്കിൽ 6 വർഷത്തിന്റെയോ കാലാവധിയെങ്കിലും തീരുമാനിച്ചു വെക്കാമായിരുന്നു. അങ്ങനെയല്ല. ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. കടക്കടാപ്പുറത്ത് ഇനി ഈ വഴിക്ക് കടന്നേക്കരുത് എന്നായിരുന്നു അല്ലാഹുവിന്റെ കൽപ്പന. എന്തുകൊണ്ട്? ഉസ്താദിന്റെ ഭൗതികമായ വലിപ്പത്തിലേക്ക് മാത്രം നോക്കിപ്പോയി. ഉസ്താദിന്റെ ഭൗതിക വലിപ്പത്തിലല്ല, ആത്മീക വലിപ്പത്തിലാണ് കാര്യമെന്ന് മലക്കുകൾക്ക് മനസ്സിലായി. മലക്കുകൾ നോക്കിയത് ഈ ഇൽമിന്റെ നൂറാനിയത്തിനെ ഖൽബിൽ ഉൾക്കൊണ്ട സയ്യിദുനാ ആദം എന്ന് പറയുന്ന ഞങ്ങളുടെ ഗുരുനാഥന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വണക്കത്തിന് സുജൂദ് ചെയ്യുന്നോടത്ത് ഞങ്ങൾക്കൊന്നും കുറയുന്നില്ല, കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ മഹാന്മാരായ മുഖറബീകളായ മലക്കുകൾക്ക് സാധിച്ചു. അതുകൊണ്ടോ അല്ലാഹു അവരെ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ദാസന്മാരെന്ന നിലയിലാക്കുകയും ഏറ്റവും അടുത്ത ദാസന്മാരുടെ ഹാദിമീങ്ങളാക്കുകയും ചെയ്തു. ഇബ്ലീസ് പടച്ചവനെ നിഷേധിച്ചതിന്റെ പ്രശ്നമല്ല. നമ്മൾ ചിലരൊക്കെ പറയാറുണ്ട് എന്താ കുഴപ്പം, ചില സംഘടനകൾ അവര് നമ്മളെ പോലെയൊക്കെ വർത്തമാനം പറയും, നമ്മളെ പോലെ തന്നെയല്ലേ പ്രബോധനം നടത്തുന്നു. അല്ല, അടിസ്ഥാനം പിഴക്കുന്നുണ്ടോ എന്നതാണ്. ഇബ്ലീസ് പടച്ചവനെ നിഷേധിച്ചില്ലല്ലോ. ലോകത്ത് വന്ന വലിയ ശാസ്ത്രകാരന്മാർ പടച്ചവനെ നിഷേധിച്ചവരാണ്. മനുഷ്യൻ സർവലോക തൊഴിലാളി സമൂഹത്തിന്റെ ആധിപത്യം ആദ്യമായി ഏറ്റെടുക്കപ്പെടുന്ന സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ അധിപനായി വന്നത് V.I. ലെനിനാണ്. വ്ളാദിമിർ ഇലീച്ച് ലെനിൻ. ഇന്നത്തെ മെയ് ദിനം ഓർക്കുമ്പോൾ തൊഴിലാളി വർഗ സർവാധിപത്യം എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത്. 1937 സോവിയറ്റ് യൂണിയൻ അധികാരം ഏറ്റെടുക്കപ്പെടുമ്പോ ലോകത്തോടെ അയാൾ ആദ്യമായി പ്രസംഗിച്ച പ്രസംഗം പോലും ആദ്യം പറഞ്ഞത് ദൈവത്തെ നമ്മൾ കശാപ്പ് ചെയ്യുന്നു.
We will grapple with the God. We will conquer him in the highest heaven. Whenever he seeks refuge, we will subdue him forever. നാം ദൈവത്തെ സ്വർഗത്തിൽ വെച്ച് തന്നെ കീഴടക്കും. ദൈവം തമ്പുരാൻ എവിടെയെങ്കിലും ഒളിക്കാൻ ശ്രമിച്ചാൽ we will conquer him in the highest heaven. Whenever he seeks refuge, we will subdue him forever. എന്നേക്കുമായി കശാപ്പ്. പടച്ചോൻ വേണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയാൽ കമ്മ്യൂണിസം. അതിന്റെ രാഷ്ട്രീയം ഞാൻ പറയാലോ. പക്ഷേ അതിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തത്തിന്റെ പ്രത്യേകത. പക്ഷേ നിങ്ങൾ ആലോചിച്ചു, ഇബ്ലീസ് അവിടേക്ക് പോലും പോയിട്ടില്ല. ഇബ്ലീസ് നിഷേധിച്ചില്ല. നിഷേധിച്ചവനെ പ്രോത്സാഹിപ്പിച്ചാലും നിഷേധിക്കാനുള്ള ധൈര്യം ഇബ്ലീസിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞു, ഇന്നീ അഖാഫുല്ലാഹ്, എനിക്ക് പടച്ചോനെ പേടിയാണ്. പക്ഷെ അത്ര ഒരു അനാദരമെന്ന് പറയുന്ന ഒരു അബദ്ധം ചെയ്തപ്പോഴേക്കും പടച്ചതമ്പുരാൻ അവനെ കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ശിക്ഷയായിരുന്നു ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, കടക്കണം പുറത്ത്. ഞാൻ ചോദിക്കട്ടെ, ഗുരു ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനപ്പുറം ശിക്ഷ ഉണ്ടായാൽ പോലും ഗുരുനാഥനെ ആദരിക്കുക എന്ന് പറയുന്നതോടൊന്ന് മാറാൻ പാടുണ്ടോ? അത് പ്രധാനല്ലേ? ഗുരുക്കന്മാർ എന്നതല്ലേ പ്രധാനം? ഇൽമല്ലല്ലോ പ്രധാനം. ഇൽമ് അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥത്തിലും പ്രകാശിതവുമായി നിലനിൽക്കണമെങ്കിൽ ഈ ആദരം വേണം. നിങ്ങൾ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മൂസ നബിയുടെ ശിഷ്യനായി ഇതുപോലെ ഒരാളുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസയുടെ ജനവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ഖാറൂൻ. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അവൻ കുഴപ്പമുണ്ടാക്കി. വളരെ ശക്തരായ ആളുകൾക്ക് വഹിക്കാൻ പോലും ഭാരമുണ്ടാകുന്ന വിധത്തിൽ അവന്റെ ഭണ്ഡാകാരങ്ങളുടെ താക്കോലുകൾ ആകും വിധം അവന് നിക്ഷേപങ്ങൾ നാം നൽകി എന്നുണ്ടാകും. എപ്പോഴാണ് നൽകിയത്? മൂസയുടെ കയ്യിൽ നിന്ന് തൗറാത്ത് പഠിച്ചതിനു ശേഷം മൂസയുടെ നേതൃത്വത്തെ അലൈഹിസ്സലാം എതിർത്തപ്പോ ആ ജനതയിലെ അവൻ അതിക്രമം കാണിച്ചു. ആ അതിക്രമാനന്തരം പടച്ചതമ്പുരാൻ അവൻ ചെയ്തു കൊടുക്കുന്നത് സമ്പത്ത് കൊടുക്കാൻ. അനന്തപത്മനാഭ ക്ഷേത്രത്തിന്റെ അറകൾ തുറന്നപ്പോൾ കിട്ടിയതിനേക്കാൾ ഏറെ സമ്പത്ത് ഇയാൾക്കുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഖുർആൻ പറയുന്നത് അനുസൃതമാണ്. അനന്തപത്മനാഭ ക്ഷേത്രത്തിന്റെ അറ തുറക്കുമ്പോ എ അറ ബി അറ സി അറയൊക്കെ തുറന്നപ്പോൾ കിട്ടിയത് 1,00,000 കോടി രൂപയാണ്. അല്ല, വാഹനങ്ങളാണ്. അത്രയും വാല്യുള്ളത് എന്ന് പറഞ്ഞാൽ കേരളത്തെ മുഴുവൻ സമ്പന്നമാക്കാൻ മാത്രം കഴിയുന്ന അത്ര സമ്പത്താണ് അനന്തപത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് ലഭ്യമായത് എന്നാണ് കണക്ക്. അതും കേവലം ഔദ്യോഗിക കണക്ക്. അതിനേക്കാളും അപ്പുറത്തായിരിക്കണം എന്നാണ് അനൗദ്യോഗികം. നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഖാറൂനെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. ആ ജനതയിൽ ഖാറൂനെ നിരന്തരമായി ഉപദേശിക്കാൻ വേണ്ടി മാത്രമായി മുഅ്മിനീങ്ങൾ ഉണ്ടായി. ലാ തബ്റകൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. അല്ലാഹു ഫസാദിനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴൊക്കെ അയാൾ പറഞ്ഞ കാര്യം, ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ എന്റെ അധികാരം, എന്റെ ഇൽമാണ് എന്റെ സമ്പത്തിന് നിദാനം. ഇന്നമാ ഉതീതു അലാ ഇൽമിൻ ഇൻദീ, എനിക്ക് കിട്ടിയ അറിവിൽ നിന്നാണ് ഞാൻ ഈ സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കിയതിൽ ആരോടും പ്രതിബദ്ധതയില്ല. ഇതിലേക്ക് എന്റെ ഗുരുനാഥനോട് പ്രതിബദ്ധതയില്ല, സമുദായത്തോട് പ്രതിബദ്ധതയില്ല. ഈ കാര്യത്തിൽ ഈ സമുദായത്തിന്റെ നായകനാകുന്ന സയ്യിദുനാ മൂസയോട് പ്രതിബദ്ധതയില്ല അലൈഹിസ്സലാം. പക്ഷെ ഒരു കാര്യം ഉണ്ടായി. മൂസയുടെ ആ നേതൃത്വത്തെ അലൈഹിസ്സലാം ആ ജനത അംഗീകരിക്കുന്നുവെന്ന് വന്നപ്പോ അതിനെതിരായി എന്ത് ചെയ്യണമെന്ന് അയാൾ തീരുമാനിച്ചു. ആത്മീയത കൊണ്ട് നേർക്കുനേരം നിന്ന് തല്ലാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ മറ്റൊരു പണി ചെയ്തു. നേതൃത്വം ഗംഭീരമാകണമെങ്കിൽ ഭൗതികമായ വലിപ്പം പ്രകടിപ്പിക്കണം. അതൊരു രാഷ്ട്രീയക്കാരന്റെ ബുദ്ധിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഖാറൂൻ ചെയ്ത പണി യാത്ര നടത്തുക എന്നതായിരുന്നു. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി ഖാല അല്ലദീന യുരീദൂന അൽഹയാത അദ്ദുനിയാ യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദു ഹദ്ദിൻ അദീം. സുബ്ഹാനല്ലാഹ്. എന്തൊരു വല്ലാത്തൊരു ആയത്താണ് ആലോചിച്ചത്. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, ആ ജനതയിലേക്ക്, അവന്റെ ജനതയിലേക്ക് എല്ലാ ആഡംബരങ്ങളോടുകൂടെയായിരുന്നു അയാൾ ഇറങ്ങി പുറപ്പെട്ടത്.
അവിടെ തഫ്സീറുകളിൽ കാണാം, അന്ന് കിട്ടാവുന്ന ഏറ്റവും മുന്തിയ വാഹനപ്പുറത്ത് കയറിയിട്ടാണ് ഖാറൂൻ ആ യാത്ര തുടങ്ങിയത്. അന്ന് കിട്ടാവുന്ന ഏറ്റവും മുന്തിയ വാഹനപ്പുറത്ത് കയറി 10,000-കണക്കിന് ചെറുപ്പക്കാരോടൊപ്പം ആ യാത്ര തുടങ്ങി. അപ്പോ അതുവരെ മുസ്ലിം ആത്മീക വലിപ്പത്തിലേക്ക് മാത്രം കണ്ണു വായിച്ചിരുന്നവരിൽ ചിലരോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിസത്തിന് ഇടയിൽ ഇടക്ക് നിന്നവരോ ആയ ചില ആളുകൾ സമ്പത്ത് കണ്ടപ്പോ അതിൽ കണ്ണു മയങ്ങിപ്പോയിട്ടുള്ള ചിലരും അവരൊക്കെ പറയാൻ തുടങ്ങി, ഖാറൂന് കിട്ടിയതുപോലെ നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഇന്നഹു ലദു ഹദ്ദിൻ അദീം. അയാളല്ലേ കേമൻ. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ ആ കാലഘട്ടത്തിലെ ഉലമാക്കൾ അറിയില്ല. ഉലമാക്കളിലെ മുതിർന്നവരും ഉലമാക്കളിലെ താഴെയുള്ളവരും ഇനി പണ്ഡിത വിദ്യാർത്ഥി നേതൃത്വവും ആ കാലഘട്ടത്തിൽ അതിന് തയ്യാറായില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ജ്ഞാനലഭ്യരായ പണ്ഡിതന്മാർ പറഞ്ഞു, വൈലക്കും ഒരു നാശമാണ്, അള്ളാഹു തരാനിരിക്കുന്ന പ്രതിഫലമാണ് വലുത്. നിങ്ങൾക്ക് പടച്ചവൻ തരും. നിങ്ങൾക്ക് തരാനിരിക്കുന്ന പ്രതിഫലത്തിന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ അംഗീകരിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭൗതികമായി ഒന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും ആത്മീകമായി നിങ്ങൾക്ക് വലിപ്പമുണ്ടാക്കാനാകും. വൈലക്കും നാശമാണ് നിങ്ങളുടെ ചിന്ത. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹാ. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹാ. അല്ലാഹു തരാനിരിക്കുന്ന പ്രതിഫലമാണ് വിശ്വസിക്കുകയും അമൽ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഖൈർ അത് തന്നെയാണ്, ഇത് നാശമാണ് എന്ന് മുഅ്മിനീങ്ങളായ ഉലമാക്കൾ പറഞ്ഞു. കാര്യങ്ങൾ അങ്ങനെ പോകവേ അയാളുണ്ടാക്കിയ വലിയ അർത്ഥത്തിലുള്ള ഒരു ടൗൺഷിപ്പ് അങ്ങനെ തന്നെ തകർന്നു താഴോട്ട് ചാടി. അത് ഭൂമിയിലേക്ക് കഴിഞ്ഞു. അത് ഏത് സിറ്റിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സിറ്റി അവിടെയും ഉണ്ടായിരുന്നു. ആ സിറ്റി താഴോട്ട് ചാടിയപ്പോ അവിടെ കൂടി തൽക്കാലം അങ്ങോട്ട് കയറിപ്പറ്റാമെന്ന് തീരുമാനിച്ചതോട് കൂടി പറയാൻ തുടങ്ങി, ലൗലാൻ മന്നല്ലാഹു അലൈനാ ലഹസബബിനാ, പടച്ചോൻ കാത്തുമില്ലെങ്കിൽ നമ്മളും കുഞ്ഞിനെ. ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരായത്തല്ല. ഈ സംഭവം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ്സെൽഫ്. ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കും. സമൂഹത്തിൽ മുഅ്മിനീങ്ങളായ നമ്മുടെ മുൻഗാമികളായ ആളുകളെ, ആദരണീയരായ ആളുകളെ അനാദരിച്ചവർക്ക് സംഭവിച്ചിട്ടുള്ളതിന്റെ ഒരു എപ്പിസോഡാണ് പടച്ചതമ്പുരാൻ നമുക്ക് കാണിച്ചത്. ആ എപ്പിസോഡിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ഖാറൂനുണ്ടാക്കിയ ഗംഭീരമായ ഒരു വലിയ, അവന്റെ വീട് എന്ന് പറയാവുന്ന അത്രയും വലിയ ഒരു വലിയ ഗംഭീരമായ ശക്തി മുഴുവനും തകർന്നടിഞ്ഞു താഴെ ചാടി. ഇപ്പോ ഹരിത ട്രിബ്യൂണൽ പറയുന്നു, തൽക്കാലം എന്നല്ല ഒരിക്കലും പണിയരുതെന്ന്. കാശ് കൊടുത്ത കുറെ മുതലാളിമാർ പറയുന്നു, കുടുങ്ങി നമ്മൾ നേരത്തെ ആലോചിച്ചാൽ മതിയായിരുന്നു. പണ്ടേ ആലോചിക്കേണ്ടതായിരുന്നു ആ മുതലാളിമാരൊക്കെ. ആത്മീയത എവിടെ നിൽക്കുന്നു എന്നറിയുന്ന ചില മുതലാളിമാർ പോലും കാശ് കൊടുത്തവരിൽ പെടും. ഇപ്പോ സ്വകാര്യമായി നമ്മളോടൊക്കെ വിഷമം പറയാറുണ്ട്, കുടുങ്ങിപ്പോയി ഉസ്താദെ, നമ്മൾ അന്ന് ആലോചിച്ചില്ല, കോടികളാണ് കൊടുത്തത്. പക്ഷെ സംഭവിച്ചതെന്നറിയോ, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത് ചെയ്താൽ രക്ഷപ്പെടില്ല എന്നറിയുന്നതോടൊപ്പം അത് ചെയ്യാൻ തീരുമാനിക്കുന്നോടത്ത് അതിനേക്കാൾ വലിയ കച്ചവടക്കണ്ണുണ്ടായിരുന്നു. ആ ഹരിതാലിന്റെ മുന്നിലെത്തുന്ന വക്കീൽ എതിർഭാഗത്ത് വന്ന് സ്വന്തം താല്പര്യപ്രകാരം ആ അർത്ഥത്തിൽ കേസ് കൊടുക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു ടീം വക്കീലുമാർ അവരോട് ഹരിത ട്രിബ്യൂണൽ ചോദിച്ചത്, നേരത്തെ ആകാമായിരുന്നില്ലേ, എന്തായി കാട്ടിക്കൂട്ടിയിട്ടുള്ളത് എന്നായിരുന്നു. ഒരു ടൗൺഷിപ്പിന് ആവശ്യമാകുന്ന വിധം ഉത്തരവാദിത്തപ്പെട്ട അതിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് കിട്ടേണ്ട അനുമതി പത്രങ്ങളൊന്നും വാങ്ങാതെ തന്നെ തുടങ്ങണമെങ്കിൽ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇതും കച്ചവടമാക്കിയാൽ പോന്ന കോടികൾ പോക്കറ്റിലാകും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇപ്പോ ഈ മുതലാളിമാർ പറയുന്നു, ലൗലാൻ അല്ലാഹു അലൈനാ, പടച്ചോൻ കുറച്ച് കൂടുതൽ കൊടുത്തില്ലല്ലോ, ഉള്ളതെങ്കിലും കയ്യിലായി.
ഇതാണ് നാം വളരെ വ്യക്തമായി പഠിക്കേണ്ടത്. ആദരിക്കേണ്ടവരെ ആദരിക്കാതെ, അതും അതിൽ പ്രധാനിയായ ഗുരുവര്യന്മാരെ ആദരിക്കാതെ ഏത് ഇസ്ലാമിക നന്മയുടെ കൂടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കേൾക്കുന്നവയിൽ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് നിൽക്കാനാവുക. നെഞ്ചത്ത് കൈവച്ച്. വാശിയുടെ പേരിലാണെങ്കിൽ നമ്മൾ ഉത്തരവാദികളല്ല, ദുർവാശിയാണെങ്കിൽ നമുക്കതിൽ ഉത്തരവാദിത്വമില്ല. പക്ഷേ മനസ്സാക്ഷിയോട് ചോദിക്കണം, ആരായിരുന്നു കണ്ണീത്ത് അഹ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഹദ? ഞാനത് പറഞ്ഞു തരാൻ ഒരു അർത്ഥത്തിൽ യോഗ്യതയല്ല. കാരണം ഈ പരിസരം മുഴുവനും ആ മഹാനുഭാവന്റെ ധന്യ സാന്നിധ്യത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. കണ്ണീത്ത് ഉസ്താദിന്റെയും ഷംസുലുലമയുടെയും അവസാനം മഹാനായ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഹദ നബ്ബറല്ലാഹു മറാഖിബഹു ഈ മഹത്തുക്കളോടൊക്കെ ഞാൻ ഈ ചരിത്രത്തിന്റെ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ആലോചിച്ചു പോയ ഒരാഴ്ച തൃപ്പനച്ചി ഉസ്താദിനെ കാണണമെന്ന് മോഹം കൊണ്ടൊരിക്കൽ വന്നു. പക്ഷേ അന്ന് അങ്ങനെ തരപ്പെടാതെ പോയതിന്റെ വേദനയും വ്യസനവും ഉള്ളിലിരിക്കെ ഒരിക്കൽ വന്നപ്പോ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. അപ്പോ മഹാനായ ഉസ്താദിനൊന്ന് കണ്ട് കൈപിടിച്ച് അത് തൃപ്തികരമായ സ്വഭാവത്തിൽ എത്തിക്കണമെന്നൊരു ഒരു വലിയ പേടിയും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പോരുന്ന വഴിയിൽ മഹാന്മാരായ നമ്മുടെ മശായിഖുമാർ, പ്രത്യേകിച്ചും ശൈഖുനൊക്കെ പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്തിറങ്ങി. ഞാൻ കാർ നിർത്തുന്നിടത്ത് മഹാനായ ഉസ്താദ് നേരെ ഒരു കടയിലേക്ക് കയറി ചെന്നു. എവിടെ പഠിച്ചു എന്ന് ചോദിച്ചു. ജാമിയ നൂരിയയിലാന്ന് പറഞ്ഞു. എന്തിനാ വന്നു? അപ്പൊ ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കണമെന്നൊക്കെ ആലോചിച്ചു വന്നാണ്. ഖുർആൻ ക്ലാസ് എടുക്കാനാണെന്ന് പറയാൻ പേടി തോന്നി. അവസാനം പോരാൻ നേരത്തെ ദുആ ചെയ്യണം, ആഖിബത്ത് നന്നാവാൻ ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. മഹാനായ ഉസ്താദ് ഓതി തന്ന ആയത്തിലാണ് തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. എന്നിട്ട് പറഞ്ഞ ബാക്കിയോടെ വലാഖിബത്തു ലിൽ മുത്തഖീൻ എന്ന് ഓതി കൊടുത്തു. പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല, വേഗം അടുത്തത് ഒന്നും ആവാതിരിക്കാൻ ആലോചിച്ചു പോകണം. അതായത് അത്രയും മഹാരഥന്മാരായ ഒരുപാട് മഹത്തുക്കളുടെ കാൽ പതിയാൻ ഭാഗ്യം ലഭ്യമായ ഒരു മണ്ണിൽ ആ ഗുരുക്കളെയും ആ മഹത്വങ്ങളെയും അപമാനിക്കുന്ന വിധത്തിലേക്ക് പോകണമായിരുന്നു. സാമാന്യം ഇങ്ങനെയെങ്കിലും ചിന്തിച്ചൂടെ? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഞാൻ പറയാം. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് പുറത്താക്കപ്പെട്ടു. അന്ന് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ് പറഞ്ഞത് ഇന്ദിര ഒരു കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും. അതൊരു രാഷ്ട്രീയ വീക്ഷണത്തിന്റെയും രാഷ്ട്രീയമായ ഒരു ദീർഘക്കാഴ്ചയുടെയും ഒക്കെ ഭാഗമാണ്. അന്ന് ഇന്ദിരയുടെ കൂടെ കേരളത്തിൽ നിൽക്കാൻ രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് CM സ്റ്റീഫനും മറ്റൊന്ന് K കരുണാകരൻ. കേരള രാഷ്ട്രീയം പഠിക്കണം. അന്ന് ദേവരാജ അറസ്റ്റിന്റെ കൂടെ പോയിരുന്നു AK ആന്റണി. മഹാനായ മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞു, ആന്റണി ഇപ്പോൾ യു ആണ്, പക്ഷേ പതുക്കെ ഇത് നിവർന്ന് അയ്യാകാൻ വലിയ താമസമില്ല. അങ്ങനെ അന്ന് ഇന്ദിരയുടെ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞ കേരളത്തിലെ രണ്ട് പ്രഗത്ഭർ. പക്ഷെ അവസാനം കേവലം 8 MLA-മാരെ കൊണ്ട് നിയമസഭയിലെത്തി K കരുണാകരൻ. പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലിരുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുന്ന കിങ് മേക്കർ പദവിയിൽ പക്ഷെ കരുണാകരൻ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മകന്റെ തിരിപ്പോ മറ്റോ ആയി അവസാനം കോൺഗ്രസിന് പുറത്തു. കരുണാകരൻ പറഞ്ഞില്ലല്ലോ കുറ്റലോ, അയാൾക്ക് പറയാമായിരുന്നു ഒരു വൃത്തക്കേടുമില്ല. കാരണം പുറത്താക്കിയവരൊക്കെയും കരുണാകരന്റെ വീട്ടിന്റെ പടിക്കലിരുന്ന് പണ്ട് നിക്കിട്ട് കളിച്ചവർ മാത്രമേ. ആരെ നേതാക്കന്മാരെ ഞാൻ പറയണില്ല. കരുണാകരൻ ഒരു വൃത്തക്കേടും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ കരുണാകരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഞാനാണെന്നും എന്റെ മോൻ ജനറൽ സെക്രട്ടറി ആണെന്നും പറഞ്ഞില്ല. അതൊരു രാഷ്ട്രീയ മര്യാദയല്ല. ഗൗരിയമ്മ 57 മുതൽ, അതായത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്നു മുതൽ അവസാനത്തെ EK നയനാർ ഗവൺമെന്റിന്റെ കാലം വരെയും മാർക്സിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രി KR ഗൗരിയാണ്. അവസാനം നയനാരുടെ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന് തലേ ദിവസം കേരളം മുഴുക്കെ കേട്ടതാണ്. നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാം CPM-കാരൻ നടന്നു പറഞ്ഞതാണ്, കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി സിന്ദാബാദ്. മുഖ്യമന്ത്രി ആകുമെന്നാണ് എന്റെ അർത്ഥം. പക്ഷെ അങ്ങനെയായില്ല. അവസാനം KR ഗൗരി പുറത്തുപോയി. KR ഗൗരി പറഞ്ഞില്ല, ഞാൻ CPM-ന്റെ ജനറൽ സെക്രട്ടറിയാണ്. അത് രാഷ്ട്രീയ മര്യാദ.
അതൊരു രാഷ്ട്രീയ മര്യാദയാണ്. എം വി രാഘവൻ പറഞ്ഞില്ല ഞാൻ CPM-ന്റെ ജനറൽ സെക്രട്ടറി, ഞാൻ CMP-യുടെ ജനറൽ സെക്രട്ടറിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാഷ്ട്രീയക്കാരന് പോലും മാന്യത കാട്ടാൻ സാധിച്ചപ്പോ മഹാനായ കണ്ണത്ത് ഉസ്താദിന്റെ വഫാത്തിന് ശേഷമാണ് ഉള്ളാൽ തങ്ങൾ പ്രസിഡന്റായത് എന്ന് പറയുന്ന നുണ, ശൈഖുനാ ശംസുൽ ഉലമക്ക് ശേഷം ഇപ്പോഴിരിക്കുന്ന മൗലവിയാണ് ജനറൽ സെക്രട്ടറി ആയത് എന്ന് പറയുന്ന നുണ, ഈ നുണ രാഷ്ട്രീയക്കാരന് പോലും പേടി തോന്നുന്ന തരത്തിലുള്ള നുണയാകുമ്പോ ചിന്തിക്കേണ്ടത് സത്യസന്ധമായി എന്തെങ്കിലും പറയാൻ തീരുമാനിച്ചാൽ, അങ്ങനെ സംഘടനയിൽ ഒരു പ്രശ്നമുണ്ടായതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടാൽ തന്നെ ആ സംഘടനയുടെ പേര് പറയാതെ മറ്റേതെങ്കിലും സംഘടന മാന്യമായി പറയുകയെങ്കിലും ചെയ്യാനുള്ള ഗുരുത്വമെങ്കിലും നിങ്ങൾക്കുണ്ടാകേണ്ടിയിരുന്നു. സത്യസന്ധമായി ഒന്ന് നെഞ്ചത്ത് കൈവച്ചാലോചിച്ചാൽ മനസ്സിലാവും. കാരണം ആരാ പുറത്താക്കിയത്? കണ്ണീത്ത് ഉസ്താദ്. ആരാ പുറത്താക്കിയത്? ശൈഖുനാ ശംസുൽ ഉലമ. ആരാ? കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് കാന്തപുരത്ത് ചെന്നിട്ട് കാന്തപുരത്തെ കാരണവന്മാരോട് ചോദിച്ചു, അല്ല KK ഉസ്താദിന്റെ ശിഷ്യനായിരുന്നില്ലേ അതെ 3 കൊല്ലം കാന്തപുരത്ത് തന്നെ KK അബൂബക്കർ ഹസ്രത്ത് എന്ന സമസ്തയുടെ പ്രസിഡന്റായി വഫാത്തായ മഹാനായ KK അബൂബക്കർ ഹസ്രത്തിന്റെ ശിഷ്യനായി ജീവിച്ചതാണ് KKയുടെ ഉസ്താദ് ശംസുൽ ഉലമയുടെ ഉസ്താദ് കണ്ണീത്ത് ഉസ്താദ്. ഈ ഗുരുപരമ്പരയെ തള്ളിക്കളയാൻ അവരെ നാണം കെടുത്താൻ പോട്ടെ, ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടാൽ തൽക്കാലം മാറി നിന്ന് മര്യാദ കാണിക്കേണ്ടതിനെങ്കിലും പകരം ഒരു വക്കീലിന്റെ അടുക്കൽ പോയി ആ വക്കീലിനെ കൊണ്ട് ഈ മഹത്തുക്കളെ മുഴുവനും അപമാനിക്കുന്ന വിധം അവരുടെ അതേ പ്രസ്ഥാനത്തിന്റെ എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഒരു വ്യാജലിസ്റ്റ് ഉണ്ടാക്കി ആ വ്യാജലിസ്റ്റ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയുമാക്കി. ഇന്ന് ചരിത്രം പറയുമ്പോ നിങ്ങളുടെ കുട്ടികളെ എന്താ പഠിപ്പിക്കുന്നത്? കണ്ണീത്ത് ഉസ്താദ് വഫാത്തായപ്പോ ഉള്ളാൽ തങ്ങൾ അങ്ങ് പ്രസിഡന്റായി. നുണ പറയാൻ പടച്ചവനെ പേടിക്കണമെന്നൊരു ബോധം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ചില ആളുകൾ നുണ പറഞ്ഞാൽ ആഫാഖുകളിലെത്തും, ചക്രവാളങ്ങളിൽ. ഇത് ചക്രവാളവും വിട്ടുപോകും അമ്മാതിരി നുണ പറഞ്ഞിട്ട്. ഈ ദീനിനെ ഫസാദാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തരത്തിൽ ചിന്തിക്കുമ്പോ സത്യസന്ധമായി ഒരു മനസ്സിൽ കൈവച്ചിട്ട് നെഞ്ചത്ത് കൈവച്ചാലേച്ചു. കണ്ണീത്ത് ഉസ്താദ്, ശംസുൽ ഉലമ, KK അബൂബക്കർ ഹസ്രത്ത്, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാരായ ഈ പണ്ഡിത മഹത്തുക്കൾ ഒരു തീരുമാനമെടുക്കുമ്പോ ആ തീരുമാനത്തെ സാമാന്യമായി അംഗീകരിച്ചുകൊണ്ട് മാറി നിൽക്കുകയെങ്കിലും ചെയ്യേണ്ടതിന് പകരം, ഇല്ലെങ്കിൽ ആ തീരുമാനം കൃത്യമായി അംഗീകരിക്കാൻ അവരുടെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഒരിക്കലും അച്ചടക്ക ലംഘനം കാണിക്കാതെ തിരിച്ചു വരേണ്ടതിന് പകരം ഈ ഗുരുപരമ്പരയെ മുഴുവൻ ആത്മീകമായി ചിന്തിക്കുന്ന തരത്തിലുള്ള നടത്തിയിരിക്കുന്നതോട് ഇസ്ലാമിക അടിസ്ഥാനത്തിന്റെ പിൻബലമാണ് നിങ്ങൾക്കുള്ളത്. പറഞ്ഞോ വേറെ ഏതെങ്കിലും സംഘടന എന്ന് പറഞ്ഞു, നമുക്കെന്താ കുഴപ്പം? ഇന്ത്യയിൽ എല്ലാ സംഘടനകൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള കൂട്ടത്തിൽ അങ്ങനെ ഒരു സംഘടന എന്ന് പറയാം. അതല്ലാതെ പറയുന്നു എന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം അങ്ങനെയെങ്കിൽ കോടതിയിൽ ചെന്നിട്ട് കോടതി തന്നെ പറഞ്ഞത് അത് തന്നെയാണ്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ കൊടുത്ത ലിസ്റ്റ്, ശൈഖുനാ ശംസുൽ ഉലമ കൊടുത്ത ലിസ്റ്റ്, കോഴിക്കോട് രജിസ്ട്രാർ സമ്മതിച്ച ലിസ്റ്റ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കൊടുത്ത ഹർജി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പറഞ്ഞത് ദിസ് അപ്പീൽ ഈസ് ഡിസ്മിസ്ഡ്. ഈ അപ്പീൽ തള്ളിക്കളയും. ഇതിന് ഒരു മെറിറ്റും കൊടുക്കാൻ കഴിയില്ല. കാരണം ഇതുവരെ പറഞ്ഞ വിശകലനങ്ങൾ പ്രധാനമായും രജിസ്ട്രാറുടെ ഈ നടപടി ശരിയായിരുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്ത അപ്പീൽ തള്ളിക്കളഞ്ഞ 2008. പിന്നെ അതിന്റെ പിന്നാലെ പോകാൻ ഞങ്ങളിങ്ങനെ പിന്നെ നോളജ് സിറ്റി ഉണ്ടാക്കുമെന്നും ആകാശത്ത് പള്ളി പണിയുമെന്നും പറഞ്ഞ് പിരിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ സമ്പത്ത്, സമസ്തയുടെ ഈ സമ്പത്ത് കൊണ്ടുപോയി വെറുതെ കേസ് നടത്തി തീർക്കേണ്ടതല്ല എന്ന് ബോധമുള്ളത് കൊണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത്തരം പരിപാടികൾ നമ്മൾ നടത്താറുള്ളൂ. നിങ്ങളാലോചിച്ചു ഈ സത്യസന്ധത അതെങ്കിലും പരമാവധി പുലർത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആദരിക്കേണ്ടവരെ ആദരിക്കുക എന്നതാണ് സമസ്ത മുന്നിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. ആ പ്രമേയമാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ കഴിഞ്ഞ 25 കൊല്ലമായി
സമസ്ത കേരളത്തിലെ ഉലമയുടെ കൂടെ നടന്ന് ആ മഹാരഥന്മാരായ ഉലമായിന്റെ ആശീർവാദവും അവരുടെ അനുഗ്രഹത്തിന്റെയും തണലിൽ ജീവിച്ച് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിദ്യാർത്ഥി ആസ്ഥാനം എന്ന നിലക്ക് വിദ്യാഭ്യാസ സാമൂഹിക രംഗത്തെ ഔന്നത്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. മതവിദ്യാർത്ഥിയെ പ്രോത്സാഹിപ്പിച്ചതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ഉദ്യോഗ പദവി എന്ന് പറയുന്ന IAS-ലേക്ക് എത്താൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പ്രചോദനം നൽകിയപ്പോ അൽഹംദുലില്ലാഹ് ഇന്ന് 3 പേർ ഞങ്ങൾ SKSകാരാണെന്ന് രഞ്ജിത്ത് കൈവച്ച് പറയും. 2 പേർ ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ 2 ജില്ലകളിലെ കളക്ടർമാരായി ജോലി ചെയ്യുന്നു. മുഹമ്മദ് അലി ശിഹാബ് കൂടി IAS-കാരനാകുമ്പോൾ കേരളത്തിലെ മുസ്ലിം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവമില്ല. അതുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, പിന്നെ വന്ന പല IAS വിദ്യാർത്ഥികളെയും അങ്ങനെ സെലക്ഷൻ ലഭ്യമായ വിദ്യാർത്ഥികളെ ക്യാമ്പസ് വിദ്യാർത്ഥികൾ ചെന്ന് അവർക്ക് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് പ്രചോദനമായത് മുഹമ്മദ് അലി ശിഹാബും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖും ജഅഫറുമാണ്. ആരാ ഈ പണി ചെയ്തത്? സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. ഇന്ന് അൽഹംദുലില്ലാഹ് 300 പേർ SKSന്റെ തണലിൽ ഉയർന്ന വിദ്യാഭ്യാസം പഠിക്കാൻ പോകട്ടെ അവസാനം IAS കിട്ടാവുന്ന തരത്തിലുള്ള പ്രചോദനവുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ 300 പേരും നാളെ IAS-കാരാകുമെന്ന് പറഞ്ഞാൽ നിന്നെയും കൂടെ പകരക്കാരനെ കൂടെ പ്രസംഗിപ്പിക്കാൻ വിടരുന്നില്ല. കാരണം അങ്ങനെ പറയാനുള്ള മനക്കെട്ടി എനിക്കില്ല. അല്ലേ? അതൊരു സ്വപ്നം. പക്ഷേ അതിലെ 50 പേരെങ്കിലും IAS-കാരാകാൻ നമുക്ക് അല്ലാഹു സൗഭാഗ്യം തന്നാൽ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാർത്ഥി ചരിത്രത്തിലല്ല, കേരളത്തിന്റെ മുസ്ലിം സാമൂഹിക ജീവിതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? സാമൂഹിക സേവന രംഗത്തിൽ 25,000 പേരെ കൃത്യമായി പരിശീലിപ്പിച്ച് പഠിപ്പിച്ച് അവരെ സമുദായത്തിനല്ല പൊതുസമൂഹത്തിന് സംബന്ധിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി കയ്യറ്റ കുഞ്ഞിന്റെ ശരീരം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിന്റെ കുഞ്ഞിളം പൈതലിന്റെ കൈപ്പറ്റിയുമായി ഓടിച്ചെന്ന SKSകാരനോട് പറഞ്ഞു, നിങ്ങളാണ് ഈ കേരളത്തിലെ ഈ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക. ആ കാരുണ്യ പ്രവർത്തനത്തിന്റെ തണലിൽ നിന്നുകൊണ്ടാണ് വിഹായ എന്ന പേരിൽ നാം സന്നദ്ധ സേവാ വിഭാഗം എന്ന ഈ വലിയ അർത്ഥത്തിൽ 25,000 പേരെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ അഭിമാനത്തോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ അച്ചടക്കം, ഈ മര്യാദയും ഇതെല്ലാം ഇത് വലിയ മാതൃകയാണെന്ന് പറഞ്ഞു ആ ജനസാമാന്യത്തെ മുഴുവനും 25,000 പേരെ നിർത്തി അവരെ മുഴുവനും പ്രതിജ്ഞ ചെയ്തു. അതിലൊറ്റ 60 വയസ്സുള്ളത്. അത് കണ്ടപ്പോ വേഗം തട്ടിക്കൂട്ടി നോക്കി കുറെ ആളുകൾ പോട്ടിട്ട് പലതിന്റെ ഫോട്ടോ കണ്ട് നമ്മൾ അന്തം വിട്ടു. ഇതെങ്ങനെ നടക്കും? ഇയാളെ നടത്താൻ വേറെ 10 ആൾ കൂടേണ്ടി വരും. അത്തരം ആളുകളാണ് അത്രേ സേവക വിഭാഗം എന്ന പേരിൽ ഇറക്കുന്നത്. ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിലെ ഈ 25,000 പേരിൽ ഒറ്റ കുട്ടി 60 വയസ്സില്ല. അത് കൃത്യമായി വയസ്സ് കൃത്യമായി തെളിയിക്കപ്പെടുന്ന വിധം തെരഞ്ഞെടുക്കപ്പെട്ട 25,000 പേരെയാണ്. ഓടാനും ചാടാനും രക്ഷാപ്രവർത്തനങ്ങളിൽ കൃത്യമായി ആരോഗ്യത്തോടെ ഏർപ്പെടാനും കഴിയുന്നവരെയാണ് 25,000 പേരെ നാം സമർപ്പിച്ചത്. ഇത് 25,000 ഇല്ലായിരുന്നില്ല എന്ന് മാത്രമല്ല, കിട്ടിയതൊക്കെയും പലപ്പോഴും ചുങ്ങിച്ചുളിഞ്ഞ് വടികുത്താൻ കഴിയുന്ന ഉപ്പാപ്പമാരെയാണ്. എന്താ എന്റെ പേര്? വേറെന്തോ സാധനത്തിന്റെ പേര് വെച്ചിട്ട് വിട്ടത്. അപ്പോ സേവന സന്നദ്ധ രംഗത്ത്, കാരുണ്യ പ്രവർത്തന രംഗത്ത് 25 കൊല്ലം ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോ കഴിഞ്ഞ 7 കൊല്ലമായി കോടി രൂപയിൽ പരം രൂപ ഈ സമുദായത്തിലെ പാവപ്പെട്ട രോഗിയുടെ കണ്ണീരൊപ്പാൻ വേണ്ടി കൊടുക്കുന്നു. ഒരു മാസത്തിൽ 2 ലക്ഷത്തിലപ്പുറം കേരളത്തിലെ ഇതര വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ശാഖകളിൽ നിന്ന് കിട്ടുന്ന പ്രകാരം സഹചാരിയുടെ പേരിൽ കൊടുക്കുന്നത് ഓരോ രോഗിയുടെയും കൈകളിലേക്ക് കൃത്യമായി എത്തുന്നു. 10,000, 25,000, 50,000 ഓപ്പറേഷന് തുക കൊടുക്കുന്നു, ആവശ്യമായ സഹായം കൊടുക്കുന്നു.
എന്നാൽ അതോടൊപ്പം തന്നെ ഈ സമുദായം ആത്മീകമായ പിൻബലത്തിന് വേണ്ടി നിൽക്കുന്ന സമസ്തയുടെ ആദർശങ്ങളെ നിലനിർത്താനും ഒരു കള്ളപ്രചരണത്തിനും ഈ സമുദായത്തിന്റെ മുമ്പിൽ അനുവാദം കൊടുക്കാൻ തയ്യാറില്ലെന്ന തീരുമാനമെടുക്കാനും നമുക്ക് സാധിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വ്യാജകേസം വന്നപ്പോ അത് പറഞ്ഞു ഇപ്പൊ പറയാൻ തോന്നാതെയായി എന്ന് ഞാൻ പറയാം. അത് വന്നപ്പോ നമ്മളങ്ങ് നിശബ്ദമായിരുന്നെങ്കിലോ? ഈ ചരിത്രത്തെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തോട് ബന്ധിപ്പിക്കുകയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകൂടത്തിന് സക്കാത്ത് കൊടുക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞ ഒരു ഘട്ടമാണ്. സക്കാത്ത് കൊടുക്കില്ല. എന്താ കാരണം? അഷ്റഫുൽ ഖൽഖിനെ കൊടുക്കാൻ നിർവാഹമുള്ളൂ, അതായിരുന്നു നിർബന്ധമുണ്ടായിരുന്നത്. ഖലീഫക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന് കൊടുത്തിട്ടുള്ള സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് അവർ ഒരു ഒട്ടകത്തിന്റെ കയറാണ് നിഷേധിക്കുന്നതെങ്കിലും ശരി, ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യും, ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തീരുമാനമെടുക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പോലും പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് നാം ചരിത്രത്തിൽ വായിക്കുന്നു. പക്ഷെ ഒന്നുണ്ട്, അന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തീരുമാനത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ വിശദീകരിച്ച് പറഞ്ഞു തന്നു. അല്ലാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക ഗവൺമെന്റിന്റെ നേതാവ് എന്ന നിലയിൽ ഹബീബിന് കൊടുക്കപ്പെട്ട സക്കാത്ത് ഖിലാഫത്തിന് കൊടുക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അതിന് നിർബന്ധം ഇല്ല എന്ന് വരുമായിരുന്നു. ഖിലാഫത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിക്കാതിരുന്നുവെങ്കിൽ പിന്നീട് ഒരിക്കലും ഖിലാഫത്തിന് അങ്ങനെ സക്കാത്ത് കിട്ടാതെ പോകുമായിരുന്നു. ആ സക്കാത്ത് കിട്ടാൻ കാരണം അതിന്റെ പാരമ്പര്യം നിലനിൽക്കാൻ കാരണം അത് നിലനിൽക്കുന്നു, അത് നിർബന്ധമാണെന്ന് മുസ്ലിം ഉമ്മത്തിന്റെ കർമ്മശാസ്ത്രത്തിന് പറയാൻ സാധിക്കുന്നത് ഹബീബിന് ശേഷം സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ തീരുമാനം നിർബന്ധത്തോടെ എടുത്തുകൊണ്ടാണ്. ആ തീരുമാനം പിന്നെ ഫാറൂഖിലേക്കും പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളിലേക്കും റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെ അല്ലാഹുവിന്റെ ദീൻ ഖിലാഫത്തിന്റെ കാലത്ത് ഇസ്ലാമിക് ഗവൺമെന്റിന് നിർബന്ധമായത് തിരിക്കാൻ കഴിയും എന്നത് ആ ഹുക്മിനെ സ്ഥാപിച്ചെടുക്കുന്നിടത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർബന്ധ ബോധം. ഞാൻ പറയട്ടെ, സമസ്ത എതിർത്തില്ലായിരുന്നില്ല ഈ വ്യാജകേസ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത കേസ്. അത് ഈ സമുദായത്തിന്റെ ഉള്ള വെള്ളം കുടിച്ച് സമുദായത്തിന്റെ ആത്മീയമായ മുഴുവൻ ബലവും തകർന്നു പോകുമായിരുന്നു. അല്ലാഹു അത് അപ്പോഴേ തുടങ്ങി. എന്തൊരു വെളിവുകേടാണ് സമ്മേളനത്തിൽ പറഞ്ഞു സനദാണ്, പിന്നെ ഇത് സനദല്ലാണ്, വളരെ വ്യക്തമാണ്. അപ്പോ പറഞ്ഞു ആ പേരോട് സനദല്ലാതെ ലസബിയാണ്. നമ്മൾ സംശയം പറഞ്ഞു, അവരങ്ങ് സ്ഥിരീകരിച്ചു. സംശയം പറഞ്ഞിട്ടെന്തിനാ സ്ഥിരീകരിക്കാൻ? എന്താ കാരണം? ഇയാളിങ്ങനെ പറയുള്ളൂ. അങ്ങനെ പറയലാണ് ആ സ്ഥാപനത്തിന്റെ സ്വഭാവം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സ്ഥാപനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ അത് കണ്ടപ്പോ സ്ഥാപനത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നു എന്നതിനെ ഊതിവീർപ്പിക്കാൻ നോക്കിയിരുന്നുവെങ്കിൽ പല സ്ഥാപനത്തിന്റെയും പ്രശ്നങ്ങളുമായി നമുക്ക് വരാമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സ്ഥാപനത്തിന് പ്രശ്നമുണ്ടായ സ്ഥാപനത്തിന്റെ ബുദ്ധിമാനായ മാനേജർ എന്താ പറയേണ്ടത്? സാമാന്യ ബുദ്ധിയുള്ള മാനേജറാണ് ഈ പറയേണ്ടത്. വർഷങ്ങളായി നടക്കുന്ന സ്ഥാപനം, നമ്മുടെ കുട്ടികൾ വളരെ നന്നായി പഠിക്കുകയും വളരുകയും ഒക്കെ ചെയ്തു. കൂട്ടത്തിൽ ഇപ്പോ ഇങ്ങനെ പ്രശ്നമുണ്ടായി. എന്റെ മോളുടെയോ അല്ലെങ്കിൽ എന്റെ മകളുടെയോ പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിനാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ഇരയാകേണ്ടി വന്നത്. ആര് മുതലെടുക്കാൻ ശ്രമിച്ചാലും ഞാനത് വിട്ടുകൊടുക്കുന്നില്ല. ഇത് നാം ഏറ്റെടുക്കും, ഇതിലെ പ്രതികളെ കൃത്യമായി പിടിക്കും, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ പടച്ചോൻ അതിന് തൗഫീഖ് കൊടുക്കൂലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ എതിരാളികൾ നിശബ്ദമാകുമായിരുന്നു. പറഞ്ഞതെന്താ? ആ കുട്ടിയുടെ ലൈംഗികാവയവത്തിൽ ബലൂൺ കൊണ്ടടിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെയൊക്കെ കയ്യും കാലും തളർന്നു പോകുന്ന തരത്തിലുള്ള വർത്തമാനം. 19 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ ഒരു 4-5 വയസ്സുള്ള കൊച്ചു കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ കേരളത്തിലെ സാമൂഹിക ജീവിതം ഇതുവരെ ലൈംഗികമായ കടുത്ത രോഗം രൂപപ്പെട്ടു നിൽക്കുന്ന പേരോട് എന്ന് ഞങ്ങൾ ആരുമല്ല പറഞ്ഞത്. കേരളത്തിലെ പൊതുസമൂഹം ആ വിട്ടിട്ടൊക്കെ പറയുമ്പോ
ഇങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. വാഴക്കാട്ടേക്കും പിന്നെ വരക്കലേക്കും പോയി എന്താണ് എന്റെ പൊരുത്തക്കേടെന്ന് ആലോചിക്കാനെങ്കിലും ഇനിയെങ്കിലും സമയം കാണണമെന്ന് ഉപദേശിക്കാൻ കേട്ടിരിക്കുന്നവരാരെങ്കിലും പോയി ഉസ്താദിനോട് പറയണമെന്ന് കൂടി അവസാനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി വലിയ ബോംബുകൾ പൊട്ടാനുണ്ട്, അത് കേൾക്കാൻ വേണ്ടി സമയം അനുവദിക്കാൻ സമയം കൊടുക്കാനുമുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.